ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയിലത്തെ വിശേഷമാണ്. ഇന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലെങ്കിലും ചാക്കോച്ചന് വയ്യായിരുന്നു കേട്ടോ. അവന് ഭയങ്കര കരച്ചിലും ശീലക്കേടും ഒക്കെയായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ എല്ലാവർക്കും അതുപോലെ ഭയങ്കര ഒരു വിഷമമാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേക്കാണ് അവന് കുറച്ചൊരു ഒരു വല്ലാത്തൊരു ക്ഷീണം പോലെ തോന്നിയത്. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ദിവസം കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു പനിയൊന്ന് വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പതിവ് പോലെ രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് ക്ലാസ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അപ്പാപ്പനും മക്കളും എന്താ മുറ്റത്ത് നിന്നിട്ടുള്ള കളിയാണ് കേട്ടോ. രാവിലെ അപ്പാപ്പനായിട്ട് വട്ടം ചുറ്റിക്കുക 3 ആളും കൂടിയിട്ട്. അപ്പോൾ രാവിലെ ഇന്ന് മുട്ടച്ചുരുളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അക്കിയുടെ വീട്ടിൽ വിളിച്ചപ്പോഴും അവിടെയും മുട്ടച്ചുരുളായിരുന്നു. അതായത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണല്ലോ. പ്രത്യേകിച്ച് അത് അപ്പം തന്നെ കഴിക്കണം. അപ്പോൾ ക്ലാസ്സില്ലാത്ത ദിവസങ്ങളിൽ, ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എടുക്കുക. അപ്പം തന്നെ ചുട്ട വർത്താനം പറഞ്ഞ് അങ്ങനെ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വതവേ 2 ദിവസം മുമ്പ് അടുത്ത 2 ദിവസം അവധിയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒരു മടി വരും. എവിടെയെങ്കിലുമൊക്കെ ഒരു മടി കയറി വരും. കാരണം അപ്പം നമ്മൾ വിചാരിക്കും, നാളെയും മറ്റന്നാൾ അവധിയാണല്ലോ, അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മനഃപൂർവ്വം 2 ദിവസത്തെ കാര്യങ്ങൾ പെൻഡിങ്ങിലിട്ടിരിക്കുകയായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ അതിനും ഒരു കാരണമുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ മടി പിടിക്കേണ്ടതല്ല. നമ്മൾ ഡ്രീം കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് ഉള്ള വീഡിയോസ് എടുക്കലും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ തുടങ്ങിയാൽ എനിക്കതൊന്ന് വോയിസ് ഓവറൊക്കെ കൊടുത്ത് 2 മണിക്ക് അപ്ലോഡ് ചെയ്യാവുന്ന പോലെ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഇടയിൽ നമ്മളുടെ പ്ലാൻ ഒന്ന് പാളിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. അങ്ങനെ 12 ദിവസം ഞാൻ പറഞ്ഞു ഭംഗിയായിട്ട് അങ്ങോട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നാളത്തെ കാര്യം എനിക്കറിയില്ല, അതായത് ഇന്ന് സൺഡേ. കാരണം പള്ളിയിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം തന്നെ സമയം 1 മണിയായി. അതുകൊണ്ട് ഇവളൊപ്പം ഇരുന്നത് കൊണ്ട് ഇത്ര എനിക്ക് പറ്റിയത്. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടുണ്ടായിരുന്നത് കരിമണിയുടെ മാലകളായിരുന്നു കേട്ടോ. മാലകളും അതിൻ്റെ ലോക്കറ്റുകളാണ്. അപ്പോൾ ഇത് ലോക്കറ്റ്സ് മാത്രമാണ്. അപ്പോൾ കണ്ടമാനം എൻക്വയറി വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. എന്നാലും എല്ലാതും പീസുകൾ കുറേ എണ്ണം വീതം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. നാളെ പ്രത്യേകിച്ച് ഉച്ചവരെ ചിലപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും കിട്ടിയെന്ന് വരില്ല. കാരണം അറിയാലോ, നാളെ ഓശാന ഞായറാണ്. രാവിലെ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ലേറ്റാവും. സാധാരണ വിട്ട് കുറേ ലേറ്റ് ആവുന്ന ദിവസമാണ് നാളെ തൊട്ടിനിയുടെ എന്നുള്ള ദിവസങ്ങളൊക്കെ. അപ്പോൾ അപ്പോൾ അതിൻ്റേതായ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ ഉച്ചയാകുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരും. അപ്പോൾ ലോക്കറ്റ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം പറഞ്ഞോളൂ. 2-3 വീതം ഉണ്ട് എങ്കിലും ആദ്യം ചോദിക്കുന്നവർക്ക് എനിക്ക് ആദ്യം എത്തിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ 2 ലെയറിൻ്റെ 3 ലെയറിൻ്റെ എല്ലാതും ഇന്നത്തെ വീഡിയോയിൽ ഡ്രീം കളക്ഷൻസിൽ കിടക്കുന്നത് കരിമണിയുടെ സെക്ഷനാണ്. അപ്പോൾ കരിമണി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചാക്കോച്ചൻ കയ്യും കൊണ്ടുവന്നപ്പോൾ അപ്പോൾ അവരൊരു കുഞ്ഞ് ബ്രേസ്ലെറ്റ് അവൻ്റെ കൈയും ഇട്ട് കൊടുത്തു കേട്ടോ. അവൻ്റെ കൈമ ആനവാലിൻ്റെ വളയായിരുന്നു, അത് പൊട്ടിപ്പോയി. അതൊരു കാലുമ ഞാൻ വെറുതെ ഒരു ഭംഗിക്കൊരു പാദസരം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കറുപ്പ്, അതും പൊട്ടിപ്പോയിട്ടാ. അപ്പോൾ പിന്നെ അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ അത് ബ്രേസ്ലെറ്റ് ഇട്ട് കൊടുത്തിട്ട്, പക്ഷേ മൂപ്പരത് അപ്പം തന്നെ ഊരി. അവന് പിന്നെ ഞാൻ പറഞ്ഞില്ലേ വയ്യ. അങ്ങനത്തെ അപ്പാപ്പനും മോനും കൂടിയിട്ട് ഇന്ന് പോസ്റ്റ് ചെയ്യാൻ പോയി. എൻ്റെ പിന്നാലെ അക്കിയുടെ വീട്ടിലേക്ക് അവൻ ഇറങ്ങിപ്പോയതാണ്. പോയി തിരിച്ച് വരണോടുകൂടി ഒരു ഐസ്ക്രീം 3 പേർക്കും ഐസ്ക്രീമും കൊണ്ടാണ് വന്നേട്ടാ. മറ്റൊരു 2 പേര് തോമുന്ന് അപ്പയുടെ കൂടെ ഹബ്ബി പോയേക്കാണ്. കാരണം ചാക്കോച്ചിന് വയ്യ. അപ്പോൾ 2 പേരും കൂടി ഒരുമിച്ചൊരു ബഹളം വേണ്ടാന്ന് വെച്ചിട്ട് ഡോണിൻ്റെ കൂടെ കൊണ്ടുപോയേക്കാണ് കേട്ടോ. അപ്പോൾ അവൻ ഹബ്ബി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഇരുന്നോളും, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇവർ 2 പേരും ഭയങ്കര സെറ്റുകാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ വളരെ ശാന്തതയായിരുന്നു. അങ്ങനെ നമ്മൾ ഉച്ചയോട് കൂടിയിട്ട് നമ്മുടെ കോഴിക്കോട്ട ശനിയാണല്ലോ. അപ്പോൾ എല്ലാ ക്രിസ്ത്യൻസിൻ്റെ വീടുകളിലും, ഇപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ വീടുകളിലും ഉണ്ടാക്കും ഓരോ ദിവസം ഓരോന്ന്. ഇന്നിപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു മോളുടെ അവിടെ ഇതിൽ നോൺ വെജ് ഫില്ലിങ്സ് വെച്ച് ഉണ്ടാക്കിയിട്ട് കാണിച്ചു. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ കോഴിക്കോട്ട ഉണ്ടാക്കുന്ന ഇതാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഓരോ പഴയ വിശേഷങ്ങളാണ്. അപ്പോൾ പറയായിരുന്നു, പാച്ചൂട്ടനെ കളിയാക്കല്ല, അവനോട് പറയാം, നിനക്ക് ഓർമ്മയുണ്ടോടാ ചെറുപ്പത്തിലത്തെ കാര്യം എന്ന് പറഞ്ഞിട്ട്. മറ്റേ ICUവിൽ പോകുമ്പോൾ ഡിവൈൻ അറിയാണ്ട് ഫോണിൽ കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കണതും ഡിമ്പിളിനെ കൊണ്ട് കാണിച്ചു കൊടുക്കണതും ഒക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ. കാരണം അങ്ങനെയായിരുന്നു ആ ദിവസങ്ങൾ. കാരണം നമുക്ക് ഫോട്ടോ എടുക്കാനും ഒന്നും പാടില്ല. അപ്പോൾ ദൂരെ നിന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ആ സമയത്ത്
സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞിട്ട് നമുക്ക് കാണില്ല എന്താണ് അവിടുന്ന് എടുത്ത് പൊക്കിയെന്ന് കാണില്ല. അപ്പോൾ ഡിവൈൻ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ മൊബൈലിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് കാണുന്ന കൂട്ടത്തിൽ പടപടപടേന്ന് ഫോട്ടോസ് എടുക്കും. എന്നിട്ട് ആ ഫോട്ടോസ് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ സൂം ചെയ്ത് നോക്കും. അങ്ങനെയാണ് ഞങ്ങൾ പാച്ചൂട്ടനെ കണ്ടിരുന്നത്. അപ്പോൾ ആ വിശേഷമൊക്കെ പറഞ്ഞിട്ട് അവനോട് പറയുക. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഗിഫ്റ്റ് വന്നത് കേട്ടോ. പാച്ചൂട്ടന് വന്നതാണ് ഇത്. നമ്മുടെ ലേബിളും പിന്നെ മറ്റേ പെൻസിലും ഒക്കെ ആയിട്ട് കേട്ടോ പേര് എഴുതിയത് കെൻഡ്രിക് ഫ്രാൻസിസ് ആൻസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് അടുത്ത കൊല്ലം എന്തായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ ഡിമ്പിളും ഡിവൈനൊക്കെ തന്നെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഉച്ചകാലത്ത് ഊണ് ഞാൻ പറഞ്ഞേ എനിക്കിന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കറികളായിരുന്നു. അതായത് ഉള്ളി സാമ്പാർ. രാവിലെ ഇന്ന് ഇഡ്ഡലിക്ക് സാമ്പാർ, ഇന്നലത്തെ സാമ്പാർ ഉണ്ടായിരുന്നു. എന്നാലും ഇന്ന് ഇഡ്ഡലി മറ്റേ ഇത് സാമ്പാർ, പിന്നെ നമ്മുടെ ഇഞ്ചമ്പുളി, പിന്നെ നമ്മുടെ ഓലൻ. അപ്പോൾ ഇത് മൂന്നും കൂട്ടി ഞാൻ സുഖമായിട്ട് ഭക്ഷണം കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറികളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഡിമ്പിൾ എന്തായാലും മറ്റേ വിഷുവിൻ്റെ അന്നത്തെ സദ്യ നേരത്തോടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുട്ടി ചെയ്തത്. ഇപ്പോൾ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ നമുക്ക് ഇത് തന്നെയാണല്ലോ. അങ്ങനെ ഉച്ചയ്ക്ക് ഇതേ അപ്പ വന്നപ്പോൾ അപ്പയും മോനും കൂടി വന്നതാണ് ഊണ് കഴിക്കാനായിട്ടിട്ടാണ്. ഊണ് കഴിച്ചിട്ട് അവൻ അപ്പയുടെ കൂടെ തന്നെ മടങ്ങിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ അവിടെ ഇരിക്കുമ്പോൾ അവൻ സേഫ് സമാധാനത്തിൽ അവിടെ ഇരുന്നോളും. പിന്നെ പനി അങ്ങോട്ട് വിട്ട് മാറിയിട്ടില്ല. അപ്പോൾ രണ്ടാൾക്കും കൂടി വയ്യാണ്ടാവുമ്പോൾ ഡിവൈനത് പറ്റില്ല. ഒരാളൊന്ന് ചോദിക്കുമ്പോൾ അടുത്ത ആളൊന്ന് ചോദിക്കും. അങ്ങനെ പിന്നെ ചാക്കോച്ചന് തീരെ വയ്യ. അപ്പോൾ അവനെ എടുക്കേണ്ട ഒരു പരുവാണല്ലോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഡാഡി ഉച്ചയ്ക്ക് പോയി വന്നപ്പോൾ പ്ലേറ്റ് ചെയ്ത് വന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനിനി അതാത് ഓരോ കാര്യങ്ങൾക്ക് എന്താ പറയുക അതാത് കവറുകളിലേക്ക് വെക്കണം. അങ്ങനെയുള്ള പണികൾ കുറേ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ കുറേ പെൻഡിങ്ങിൽ പണികളുണ്ടായിരുന്നു എന്ന്. അതായത് ഞാൻ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ കുറേ അധികം ഐറ്റംസ് ഉള്ളത് ഞാൻ മാറ്റി ബോക്സിലാക്കി വയ്ക്കും. പ്രത്യേകിച്ച് വിദേശത്തുള്ളവരുടെ സാധനങ്ങൾ കേട്ടോ. സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ 2-3 ദിവസം അടുപ്പിച്ച് കിട്ടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് മൊത്തം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഐറ്റം അതിൻ്റെ വിലയും അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചിട്ട് അത് ഓക്കെ ആവുമ്പോഴാണ് നമ്മളത് പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ കസിൻസിന് വേണ്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു 2-3 പാക്കിംഗ് ആയിരുന്നു ഇന്ന് ഞാനായിട്ട് എടുത്തത്. ബാക്കിയൊക്കെ ഞാൻ പടപടേന്ന് കഴിച്ച് വെച്ച് ആക്കിയതിന് ശേഷം ഇതിന് വേണ്ടി ഒരൊറ്റ ഇരിപ്പ് ഇരുന്നതാണ്. ശരിക്കും 12:30 വരെ ഞാനും ഡിമ്പിളും കുറച്ച് നേരം ഡിവൈനും ഉണ്ടായിരുന്നു. പക്ഷേ ഡിവൈൻ ഇരിക്കുമ്പോഴേക്കും ചാക്കോച്ചൻ വാശി പിടിച്ചു തുടങ്ങി. പിന്നെ ഡോണിൽ നിന്ന് പുറത്തുനിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. റിജോനി ഫാമിലി അവരൊരു ട്രിപ്പ് പോയേക്കാണ്. അപ്പോൾ അവരെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ പോയി വരണോട് കൂടിയിട്ട് കുട്ടികൾ ഭക്ഷണം കഴിച്ച് മുകളിലേക്ക് പോയി. കാരണം ചാക്കോച്ചന് ഞാൻ പറഞ്ഞില്ലേ തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഫുഡ് ഞങ്ങളുടെ ഈ തിക്ക് തിരക്ക് ബഹളം കാരണം പുറമേന്ന് വാങ്ങിക്കുക ചെയ്തേട്ടോ. ഓർഡർ ചെയ്ത് കൊണ്ടുവരിക ചെയ്തത്. നമ്മൾ മുമ്പ് പോയിട്ടുണ്ട് ദേ തട്ട് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ഫ്രൈഡ് റൈസും പിന്നെ കുത്തു പൊറോട്ടയും പിന്നെ എന്തിട്ടായിരുന്നു കൊള്ളിയും മുട്ടയും. ഇത് മൂന്നും അവിടുത്തെ ഭയങ്കര ടേസ്റ്റുള്ളത്. അപ്പോൾ 3 വരുത്തി. പിന്നെ കുട്ടികൾക്ക് ഒരേ മറ്റേ ഷെയ്ക്ക് ചെറിയൊരു ഒരേ കാർട്ടൺ അതും വാങ്ങിയിട്ടാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നറായിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ തൊണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല. എന്നാലും പിന്നെ ഞാനിത് മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കുറേ പേര് മറ്റേ നവരത്നത്തിൻ്റെ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ പേരോട് പറഞ്ഞു ഞാൻ ഡ്രീം കളക്ഷൻസ് കണ്ടാൽ മതിയെന്ന്. പിന്നെ നോക്കിയപ്പോൾ നമുക്കിതിലൊന്ന് എടുത്ത വീഡിയോസൊന്നും ഇടല്ലേ വേണ്ടൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ടാമത് വീഡിയോസ് എടുത്തത് ഇതിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കാണാത്തവർക്കത് കാണുകയും ചെയ്യാം. പിന്നെ ഇനി എന്താ പറയുക ഇത് കാണുന്നത് കൂടുതൽ ആൾക്കാർ. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള അറിവിന് പറയാണ് നമ്മുടെ ഡ്രീം കളക്ഷൻസ് എന്ന് പറഞ്ഞ ചാനലിൽ ഓൾറെഡി ഈ ഐറ്റംസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് അവിടെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ എന്നോട് നിങ്ങൾ ചോദിക്കില്ല. കാരണം കുറേ കണ്ടമാനം ആർക്കും അറിയില്ല കേട്ടോ. പിന്നെ നോട്ടിഫിക്കേഷനും വന്നു തുടങ്ങിയിട്ടില്ല. കാരണം അത് കുറേ നാൾ ഡെഡായി കിടക്കുന്ന ഒരു ചാനലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷനും വരുന്നില്ല. അപ്പോൾ എനിക്ക് നിങ്ങളെ അറിയിക്കാവുന്ന ആകെ ഒരു പ്ലാറ്റ്ഫോം ഇതാണ്. അപ്പോൾ ഇതിൽ കൂടെ ഞാൻ വീണ്ടും പറയുകയാണ് ഡ്രീം കളക്ഷൻസ് പറഞ്ഞിട്ട്. ഞാൻ ഇന്നലെ വരെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഡ്രീം കളക്ഷൻസ് എന്നാണ്. ഇന്ന് ഞാനിപ്പോൾ സാരിയുടെ ഓർണമെൻറ്റ്സിൻ്റെയും കൂടി ഒന്നിച്ചായിക്കോട്ടെ വെച്ചിട്ട് എൻക്വയറിയുടെ നമ്പർ കൊടുത്തു എന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ നമ്പർ തന്നെയാണ്. അപ്പോൾ ഡ്രീം കളക്ഷൻസ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇപ്പോൾ ഈ 12 ദിവസവും നല്ല വെറൈറ്റി ഓർണമെൻറ്റ്സാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നാളെ എനിക്ക് അഥവാ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പണ്ടത്തെ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചേക്കണം. കാരണം ഇനി അത് എന്താ പറയുക ഒരു മുടക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. മറ്റന്നാളത്തേക്ക് പിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യാം. നാളെ ഈ പള്ളിപ്പോക്കും കാര്യങ്ങളും കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് എത്രത്തോളം ഒരു വീഡിയോ ഇടാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാൻ പറ്റിയെങ്കിൽ ഇടും, ഇല്ലെങ്കിൽ പഴയ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അത് ടെലികാസ്റ്റ് ചെയ്യാത്ത
ഒരു ഓർണമെൻറ്റ്സിൻ്റെയാണ്. കാരണം അത് ഓർഡർ ചെയ്ത് വരുമ്പോഴേക്കും എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കണ്ടമാനം ഒരു റീസെല്ലിങ്ങിൻ്റെ ആൾക്കാർ വന്ന് കണ്ടമാനം കൊണ്ടുപോയപ്പോൾ സ്റ്റോക്ക് കുറവാണ്. എന്നാലും ഞാൻ പിന്നെ അത് മിസ്സാവണ്ടെന്ന് ഒരു മുടക്ക് വരണ്ടെന്ന് വെച്ചിട്ട് ആ വീഡിയോ ആണ് ഞാൻ നാളേക്ക് വിചാരിച്ചിട്ടുള്ളത്. പുതിയൊരു വീഡിയോ എടുക്കാൻ പറ്റിയ നല്ലതെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിച്ചത്. പിന്നെ എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, പുറമേ നിന്നുള്ള ഒരു 3-4 പേരുടെ ഓർണമെൻറ്റ്സ് അയക്കേണ്ട ഒരു സാഹചര്യം ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഞാൻ കംപ്ലീറ്റ് അതൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് മാറ്റി വയ്ക്കും. പിന്നെ അവർ പറയുമ്പോൾ ആ അഡ്രസ്സ് അനുസരിച്ച് നമ്മൾ സെൻഡ് ചെയ്യണം ചെയ്യുക. ഒക്കെ പേ ചെയ്ത് മാറ്റി വയ്ക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് പേ ചെയ്യുന്നതോടുകൂടി നമ്മൾ പ്ലേറ്റ് ചെയ്ത് അത് ഓരോരുത്തരുടെ പേരെഴുതി ബോക്സിലാക്കി വെക്കും. പിന്നെ അവർ വരണു എന്ന് പറയുമ്പോൾ തൊട്ട് 2-3 ദിവസം മുമ്പായിട്ട് കംപ്ലീറ്റ് ഒത്തു നോക്കി അതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ രണ്ടാമത് എഴുതി കൂട്ടി അത് അവർക്ക് അയച്ചു കൊടുത്ത് പണി കുറേ ഉണ്ട്. അപ്പോൾ ഇന്ന് അതിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചേക്കണ ദിവസമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം അടുപ്പിച്ച് ഒരു മുടക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ പണികളാണ് ഞാൻ തീർക്കാം. അപ്പോൾ ഞായറും തിങ്കളും പോസ്റ്റിംഗ് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഇഷ്ടം പോലെ, കാരണം ഇതിനൊരു ഇരിപ്പ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂറെ ഒരുമിച്ച് വേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ 3 പേരും തുടങ്ങിയ അവസാനം, അപ്പോൾ ഡാഡിക്കൊന്ന് മാച്ചുള്ള കാരണം ഡാഡി അതിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരുടെയും കഴിഞ്ഞ് അവസാനമായപ്പോൾ ഡാഡിയും വന്ന് ഇതെല്ലാം പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മുഴുവൻ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റീസെല്ലിങ്ങിൻ്റെ പാർട്ടിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാ സെക്ഷനിൽ നിന്ന് എടുക്കണ കാരണം എല്ലാതും വലിച്ചു വാരിയിടും. അപ്പോൾ ആ വലിച്ചു വാരിയിടുമ്പോൾ അപ്പോൾ അത് ഒതുക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരു 3-4 മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി. ഇനിയിപ്പോൾ എനിക്കൊരു ആൾക്കും കൂടി ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. അത് കുറേ നാൾ കഴിഞ്ഞിട്ട് വരുന്നതാണ്. എന്നാലും ഞാൻ ഇങ്ങനെയുള്ള ദിവസങ്ങൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു സ്വസ്ഥത, എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഒരു സ്വസ്ഥതയാണ്. പാക്ക് ചെയ്ത് ഞാൻ അങ്ങോട്ട് മാറ്റി വയ്ക്കും. പിന്നെ അങ്ങനെ എക്സ്ട്രാ പിന്നെയും വല്ലതും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് രണ്ടാമതൊരു പാർസലായിട്ട് ഞാൻ മാറ്റി വയ്ക്കുക ചെയ്യാം കേട്ടോ. അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടിയും കഴിച്ചും എടുത്തും വെച്ചും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അങ്ങനെ ഉച്ചകാലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. എല്ലാവരും കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ ഈ ഇതിൻ്റെ ആൻറ്റിബയോട്ടിക് കഴിക്കണ കാരണം, സൗണ്ടിൻ്റെയും തൊണ്ടവേദനയുടെ കഴിക്കണ കാരണം കണ്ണ് വേണ്ടാന്ന് വെച്ചാലും തന്നെ അടയും. ഞാൻ സാധാരണ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങാൻ ഇഷ്ടമുള്ള ആളല്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ സാധനങ്ങളിങ്ങനെ എടുക്കുമ്പോഴേക്കും കണ്ണടഞ്ഞു പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ അങ്ങനെ ഉറങ്ങാണ്ടിരിക്കണേ വെച്ചിട്ട് ഞാനും സുഖമായിട്ട് കിടന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം ഇന്ന് ലുലുവിൽ പോകാമെന്നൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉറങ്ങി എണീറ്റതിന് ശേഷം അതിനുള്ളൊരു മൂഡ് വന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ മുഴുവൻ ഈ പാക്കിംഗ് ആയിരുന്നു. എൻ്റെ ഇന്നത്തെ പണി ഇതായിരിക്കണം എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ സാധാരണ ഡാഡിയാണ് ഇത് പകർത്താറ്. അപ്പോൾ ഇന്ന് ഡാഡി മാച്ചിൻ്റെ പിന്നാലെ ആയതുകൊണ്ട് ഡിവൈനാണ് അത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ തുണികൾ വേഗം പുറത്തുനിന്ന് എടുത്ത് അകത്തുകൊണ്ടിട്ടു. അപ്പോൾ ഇന്നെങ്ങാനും മഴ പെയ്ത് കഴിഞ്ഞാൽ തുണികൾക്കൊരു തണവ് തട്ടിയാൽ പിന്നെ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അത് ഫ്രഷായിട്ട് നമ്മൾ മടക്കി വയ്ക്കുമ്പോഴാണ് അതൊരു എന്താ പറയുക, എനിക്കെന്തോ അങ്ങനെയാണ് കേട്ടോ. ഞാൻ ചൂട്ടോടെ എടുത്ത്, പണ്ടൊക്കെ ഞാൻ അഴക്കേമെന്ന് എടുത്ത് നേരെ മടക്കി കൊണ്ട് അലമാരിയിൽ വെക്കുന്ന ആളായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും പറ്റണില്ല. പിന്നെ കാലം മാറി, പ്രായം മാറി, അങ്ങനെ. അപ്പോൾ ഇത് ഡാഡി വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണിക്കൊന്ന. അപ്പോൾ അത് അപ്പോൾ ഇപ്പം പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ഹിന്ദുസ് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഓരോ മതസ്ഥർക്കും ഓരോ ചടങ്ങുകളായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എല്ലാം ചെയ്യുന്നുണ്ട്. അത് തന്നെയാണല്ലോ നമുക്ക് വേണ്ടത്. കാരണം നമുക്ക് ഓരോ വലിയ വലിയ കാര്യങ്ങൾ, കൊറോണ പോലെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ നമ്മൾക്ക് മനസ്സിലായി ഇതിൽ ജാതിയിലും മതത്തിലും ഒന്നും കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സന്ധ്യ നേരമായിട്ടോ. സാധാരണ നിങ്ങൾക്കറിയാം ഈ സമയത്താണ് ഞാൻ ചന്ദനത്തിരിയും മെഴുകുതിരിയും കത്തിക്കുക. പക്ഷേ ഇന്ന് ഞാൻ ചന്ദനത്തിരി ഒഴിവാക്കി. കാരണം കത്തിച്ചിട്ട് ദൂരെ കൊണ്ടുവന്ന് വെച്ചു. ഇപ്പോൾ ഡിമ്പിളാണ് ദൂരെ വെച്ചു. കാരണം ചാക്കോച്ചൻ താഴ്ത്തുണ്ട്, പിന്നെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് നല്ലൊരു പുകയാണ്. പുകയ്ക്ക് ഒരു മണം ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചുമയൊക്കെ ഉള്ള സമയമായതുകൊണ്ട് എനിക്കും അത് ചുമ വരും, കുട്ടികൾക്കും വരും. അപ്പോൾ അതുകൊണ്ട് നല്ലോണം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വെച്ചു കേട്ടോ. അപ്പോഴാണ് 8:30 ആയപ്പോൾ അത് ബ്ലൗസ് വിഷുവിൻ്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് ഇവർ ഓക്കെ ആക്കിയത്. പക്ഷേ എനിക്ക് തോന്നണില്ല നടക്കുന്നത്. കാരണം കിടാങ്ങളുടെ വയ്യായിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാവോ. എന്നാലും 2 പേരും ബ്ലൗസും കാര്യങ്ങളൊക്കെ തയ്പ്പിച്ച് കൊണ്ടുവന്നു. രാത്രിയിലാണ് തയ്ച്ച് കിട്ടിയത് കേട്ടോ. അപ്പോഴാണ് ഓച്ചു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 പേരെയും വിളിച്ചത്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ഫുഡ് രാത്രി പുറമേ നിന്നാണ് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനും ഡിവൈനും പാക്കിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ഡിമ്പിളിനെ മറ്റേ സൊമാറ്റോന്ന് സംഭവം വന്നപ്പോൾ
പിള്ളേർക്ക് സർപ്രൈസായിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇവരെ ഇന്ന് ലുലുവിൽ കൊണ്ടുപോകാം, അവർക്ക് അത് വാങ്ങിക്കൊടുക്കുക ഇത് വാങ്ങിക്കൊടുക്കുക എന്നൊക്കെ പറഞ്ഞെങ്കിലും നടന്നില്ല. അപ്പോൾ പിന്നെ സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതേ കുട്ടികൾക്ക് അത് വാങ്ങിയതാണ്. അവരുടെ സന്തോഷം കണ്ടോ, അവർക്ക് ഓർക്കാപ്പുറത്ത് കിട്ടിയ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം ആ കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടയ്ക്കുണ്ടാവും ഡിവൈൻ്റെ വക സർപ്രൈസ്, ഡോണിൻ്റെ വക, ഡിമ്പിളുടെ വക, ചിലപ്പോൾ ആൻസൺ വരുമ്പോൾ ആൻസൻ്റെ വക ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഡിമ്പിളുടെ വകയായിരുന്നു സർപ്രൈസ് കേട്ടോ. ഞാനും ചില സമയത്ത് പുറത്ത് പോയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊണ്ടുവരും. എനിക്കങ്ങനെ കൃത്യമായിട്ടൊന്നും പറ്റാറില്ല. പിന്നെ ഇവർ ഈ ഓൺലൈനിൽ നിന്ന് വരുത്തുന്ന പോലെ എനിക്കത് പറ്റാറില്ല കേട്ടോ. എന്നാലും ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ എന്നാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പോൾ പാച്ചുവിൻ്റെ മുഖം നോക്ക്, രണ്ടുപേരുടെ അതേ മുഖം ഭയങ്കര സന്തോഷമായി. കാരണം അവർ ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു സംഭവമാണ്. പാച്ചു വന്ന് വെച്ചിട്ട് കാലത്ത് തൊട്ട് ഡോനറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. അങ്ങനെ അപ്പാപ്പന്ന് മറ്റേ വാളംപുളി കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ കുട്ടി വിചാരിച്ചത് ഡോനറ്റാന്ന് പറഞ്ഞിട്ട് ഓടി കൊണ്ടുവന്ന് നോക്കി. പിന്നെ അവന് ആകെ സങ്കടമായി. അപ്പാപ്പൻ പറ്റിച്ചതാണെന്ന് കുട്ടി വിചാരിച്ചത്. അപ്പാപ്പൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡോനറ്റ് ചോദിച്ചതൊന്നും. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം ഇത് കുടിച്ചപ്പോൾ അവർക്ക് തീർന്നു കേട്ടോ. അപ്പോൾ ചാക്കോച്ചിന് പിന്നെ അങ്ങനെയുള്ള വാശിയും കാര്യങ്ങളൊന്നുമില്ല. കണ്ടു, കൊടുത്താൽ കുടിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവന് അവൻ്റേതായ കാര്യങ്ങൾ കൊടുത്ത് അവൻ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചില നേരത്തെ താഴത്തേക്ക് ഇറങ്ങണുള്ളൂ. അപ്പോൾ ഒന്ന് ഇറങ്ങിയ നേരമാണിത്. അപ്പോൾ ഇത് മുഴുവൻ ഈ കിടക്കുന്നത് മുഴുവൻ ഒതുക്കാനുള്ളതും പെറുക്കാനുള്ളതും അയക്കാനുള്ളതും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാനും ഡിവൈനും ഡിമ്പിളും കൂടി ഇരുന്നെങ്കിലും പിന്നീട് ഡിവൈൻ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ചാക്കോച്ചനൊന്ന് ഛർദ്ദിച്ചു, മരുന്ന് കൊടുക്കൽ, ഡോണിൻ്റെ പോക്ക്, അങ്ങനെ ആകെ കൂടെ തിക്കും തിരക്കായി. പിന്നെ ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് കയറി പൊക്കോ എന്ന് പറയുക ചെയ്തത്. അപ്പോൾ 2 സെറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോണും ഡിവൈനും കഴിച്ച് കയറി. പിന്നെ ഞങ്ങൾ 3 പേർക്ക് കഴിക്കാനുള്ളതായിരുന്നു കേട്ടോ. 3 ഐറ്റമാണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വാങ്ങിയത്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ദേ തട്ടിലത്തെ, അതായത് നമ്മുടെ അയ്യന്തോൾക്ക് പോണ വഴിയിലുള്ളതാണ്, ഇടത്തെ വശത്ത് അവിടെ നിന്നാണ് കേട്ടത്. ഇത് സൊമാറ്റോ വഴിയാണ്. പക്ഷേ ഞങ്ങൾ പലപ്പോഴും പോയിട്ട് നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ സാധനങ്ങൾ. അങ്ങനെ ഡിമ്പിൾ പറയായിരുന്നു കായ്ക്കൊല പഴുത്തില്ലല്ലോ. അപ്പോഴേക്ക് എന്തേ സംഭവം ചുവന്നു. അപ്പോൾ നാളെ ഈ കുഞ്ഞു കൊലയും കൂടി പിടിച്ച് കെട്ടിയിടണം. അങ്ങനെ പട്ടികൾക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ സാധാരണ ചോറ് വാരി കൊടുക്കാറുണ്ട്. ഇന്ന് അതിനുള്ള നേരം പോലും എനിക്ക് ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴാണ് സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നും ഞാൻ ഇവിടെ നിന്ന് പോണതാണ്. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു കൂട്, അപ്പോൾ എന്താണോ അതിൻ്റെ കാര്യം എന്ന് എനിക്കറിയില്ല, ഒരു കൂട് അതുമ്പോൾ കണ്ടു. ഞാൻ വേഗം തട്ടിക്കളഞ്ഞു. എൻ്റെ കൺമുമ്പിൽ കണ്ടപ്പോൾ കടന്നലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ ഒരു കൂട് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ 12:15 ഒക്കെ ആയി, 12 മണിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചായ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇരിക്കാം എന്ന് വിചാരിച്ചു. ഡിമ്പിളും അതൊക്കെ കുളിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ 2 പേരും കാപ്പി കുടിച്ചു. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന നേരത്ത് ഡിവൈൻ വന്നത് സോഡ അടിച്ച് കൊണ്ടുപോയി. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ടാന്ന് ഞാൻ ഓൾറെഡി ഇതിപ്പോൾ കാപ്പി കുടിച്ചു. അങ്ങനെ അപ്പോൾ എൻ്റെ ചുമ കേട്ടിട്ട് ഡിവൈൻ പറയായിരുന്നു മമ്മിയുടെ ചുമയ്ക്ക് ഒരു മാറ്റമില്ലല്ലോ, ഗുളിക കഴിച്ചില്ലേന്ന്. അപ്പോൾ ഞാനത് ചെയ്യാൻ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം വരുന്ന കാരണം എനിക്ക് ചില സമയത്ത് ഞാൻ മടിയായിട്ട് കഴിക്കില്ല കേട്ടോ. അതാണ് മെയിൻ സംഭവം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നാളേക്കുള്ളത്, അതായത് ചൊവ്വാഴ്ചക്ക്, ഇനിയിപ്പോൾ ചൊവ്വാഴ്ചയല്ലേ പറ്റുള്ളൂ, അതിലേക്കുള്ള കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അത് പിന്നെ എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വരുന്ന സാധനങ്ങൾ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് മാറ്റി, അല്ലെങ്കിൽ ഒന്നുകിൽ ഡാഡിയുടെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഇതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്തിടും, ഇത്ര പിടി ഇത്ര സാധനം എന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഡാഡി രാവിലെ ഞാൻ എണീക്കുമ്പോഴേക്ക് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ കവറുകളിലാക്കി സീൽ ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ പിന്നെ നേരെ കൊണ്ടുപോയാൽ മതിയല്ലോ മറ്റേ പോസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെയാണ് സാധാരണ ചെയ്യാട്ടോ. അപ്പോൾ നാളെ കാലത്ത് അങ്ങനെ പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ പള്ളിപ്പോക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഉച്ചയോട് കൂടിയിട്ടൊക്കെ ഫ്രീ ആവുള്ളൂ. എന്നാലും ഞാൻ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നാളെ സാൻഡ് സ്റ്റോണിൻ്റെ ഒരു സെറ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു സെറ്റ് ഫുള്ള് വേണം. ഇതിനാണ് ആ വള ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും, അത് സാൻഡ് സ്റ്റോണിൻ്റെ വള. അപ്പോൾ 3 സെറ്റ് തന്നെ ഉണ്ട്, സാൻഡ് സ്റ്റോണും പിന്നെ ഇതിൻ്റെയും പിന്നെ നവരത്നം, അങ്ങനെ 3 സെറ്റ് തന്നെ ഉണ്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി സാധനങ്ങളുണ്ടല്ലോ, ലോക്കറ്റ്, ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോക്കറ്റ് മാത്രവും, ചിലത് കമ്മലും മാലയും മാത്രവും, അങ്ങനെ പലതായിട്ടാണ്. അപ്പോൾ ആ സെറ്റുകൾ. പിന്നെ ഈ മാല ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റാണ് സാധനം, ഭയങ്കര ഡിമാൻഡും ഉള്ള മാലയാണ്. നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും ഞാനിതിങ്ങനെ കാണിക്കണത് പാക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ വാങ്ങിച്ചവരും അതെ നല്ല അഭിപ്രായം പറഞ്ഞത്. ഇതും അതുപോലെ നല്ല ട്രഡീഷണൽ തന്നെ, മറ്റേ നാഗപടത്തിൻ്റെ വേറൊരു പാറ്റേൺ വള, സാധാരണ കണ്ടുവരുന്നതിൽ വ്യത്യാസമായിട്ടുള്ള വള. ഇത് പിന്നെ നിങ്ങൾക്കറിയാം, ഞാൻ പറയാറുള്ള പോലെ ഈ വളയില്ലാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും എന്ന് പറയും ഞാൻ. അത്രയും ഭംഗിയുള്ള വളയാട്ടോ. അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞ്
ഇപ്പോൾ ശരിക്കും 12:30 ആയിട്ടുണ്ട്. ഡിംപിള് കുളിയൊക്കെ കഴിഞ്ഞു വന്ന് അതുവരെ അപ്പോൾ അപ്പാപ്പൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ കുളി കഴിഞ്ഞ് കുരിശുവരൊക്കെ കഴിഞ്ഞ് പോവുകയാണ്, കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇന്നത്തെ അപ്പോൾ അവനോട് അമ്മ പറയുകയാണ്, ഇന്ന് അമ്മാമ്മ പറ്റിച്ചില്ലേ ലുലുവിൽ കൊണ്ടുവന്നു പറഞ്ഞപ്പോൾ അപ്പോൾ അവനാകെ ഒരു ചമ്മലും. കാരണം അവനെ ഞാൻ പറഞ്ഞ് പറ്റിച്ചതെന്ന് പോണതൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളതുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡോൺ നൈൻ്റെ ഇടയിലൊന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അപ്പോൾ ആകെ കൂടെ ഒരു തിക്കും തിരക്കാവും. അപ്പോൾ അവർ പോയി കിടന്നതിന് ശേഷം ഞാൻ ഗ്ലാസ്സൊക്കെ കൊണ്ടുവച്ച് നമ്മുടെ പരിപാടികളൊക്കെ അങ്ങോട്ട് അവസാനിപ്പിച്ചു. എൻ്റെ പരിപാടി അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, മേശപ്പുറമൊക്കെ ക്ലീനായി കിടക്കണം. പകൽ പക്ഷേ നിങ്ങൾ വീട്ടിലങ്ങോട്ട് വന്ന് കണ്ടാലുണ്ടല്ലോ വീടല്ലാത്ത പോലെ കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കിയിടും, കാലത്ത് വീണ്ടും അത് വലിച്ചിടും. പിന്നെ വലിച്ചിടണമല്ലോ കുട്ടികളൊക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഉള്ളപ്പോൾ അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ചില വീടുകളിൽ വലിയവരുള്ള വീടുകളിൽ കയറി ചെല്ലുമ്പോൾ കാണാൻ വലിച്ചു വരിയിട്ടിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കും അതിനേക്കാളൊക്കെ ഭേദം എൻ്റെ കുഞ്ഞുമക്കളുള്ള വീടാണെന്ന് വിചാരിക്കും ഞാൻ. കാരണം അവരവരുടെ കാര്യം കഴിഞ്ഞാൽ എടുത്ത് വെക്കാൻ പറഞ്ഞാൽ അവർ അതാത് സ്ഥാനങ്ങളിൽ ഒതുക്കി വെക്കും കേട്ടോ. അവർക്കത് ശീലമാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാനാണ് അത് ചെയ്തതെന്ന് മാത്രം. അങ്ങനെ ഞാനപ്പോൾ സന്ധ്യ നേരത്ത് ഞാൻ മെഴുകുതിരി കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് വൈകുന്നേരം ആയപ്പോൾ അത് കത്തിച്ചതാണ്. അങ്ങനെ ഇനിയിപ്പോൾ നാളെ ഓശാനയാണ്, ഓശാന ഞായറാണ്. എല്ലാവരും കോഴിക്കോട്ട ഉണ്ടാക്കി കഴിച്ചു എന്ന് വിചാരിക്കണം. ഇന്ന് കോഴിക്കോട്ട ശനിയിൽ. അപ്പോൾ നാളെ പള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഡ്രീം കളക്ഷൻസ് കാണാത്തവർ അത് കാണാൻ ശ്രമിക്കുക. കാരണം അത് കുറേ ആയിക്കഴിഞ്ഞാൽ അത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ വരവ് കുറവാണ്, നിങ്ങൾ സെർച്ച് ചെയ്യുക തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും ഓശാന ആശംസകൾ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ.